ലോകത്ത് 2 ഫോഴ്സുകളേ ഉള്ളൂ. ഒന്ന് അട്രാക്ഷൻ, 2 റിപ്പൽഷൻ. മൂന്നാമതൊരു ഫോഴ്സ് ഇല്ല. ന്യൂട്രൽ എന്ന് പറഞ്ഞ സാധനമില്ല. ഒന്നുകിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ തള്ളിക്കളയണം. അട്രാക്ഷനും റിപ്പൽഷനും കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ ന്യൂട്രൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പം ഞാൻ ധനം അട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധനം എന്നിലേക്ക് വരും. പക്ഷേ ഞാൻ തന്നെ നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ റിപ്പൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ അട്രാക്ഷൻ ഞാനിങ്ങനെ പൈസേനെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഞാൻ തന്നെ കുറേ നെഗറ്റീവ് തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസേനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തന്നെ അങ്ങോട്ട് റിപ്പൽ ചെയ്ത് കളയും. അപ്പോൾ അട്രാക്ഷൻ കുറവില്ല, റിപ്പൽഷനാണ് ഭയങ്കര കൂടുതലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റിപ്പൽഷനെ കഴിവതും ഒഴിവാക്കണം. ക്ഷമ പ്രാക്ടീസ് ചെയ്യണം, ഗ്രാറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അത് നേരത്തെ ചോദിച്ചു ഗ്രാറ്റ്യൂഡ് എന്താണെന്ന്. ഗ്രാറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് മോഡിൽ ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി കിട്ടിയ നന്മകൾക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഈ മോഡിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് പുതിയ തരംഗങ്ങൾ ലൈക്ക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ യൂണിവേഴ്സിൽ. കുറ്റം പറയുന്നവൻ എല്ലാം കുറ്റേ കാണത്തുള്ളൂ, എല്ലാത്തിലും കുറ്റേ കാണും. അവൻ്റെ കയ്യിലുള്ള നല്ല കാര്യങ്ങൾ പോലും അവന് കാണാൻ പറ്റില്ല. ടോണി റോബിൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇഫ് യു ഫോക്കസ് ഓൺ ദ മിസ്സിങ് പാർട്ട് യു വിൽ ഡൈ സാഡ്. കാരണം മരണം വരെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാവും.